നമസ്കാരം. നമസ്തേ. ഈസ്റ്റേൺ ഫ്രണ്ടിയർ റൈഫിൾ നമുക്കറിയാം, മമതാ ബാനർജിയുടെ കാലത്ത് 2010 മുതൽ അതിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് 3 ബറ്റാലിയൻ എന്നുള്ളത് 2ആയി ചുരുക്കുന്നു. പിന്നീട് അതിൻ്റെ തുടർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മമതാ ബാനർജി സാധനം ചുരുക്കാൻ നോക്കും. നമുക്കിതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടാം ലോക മഹായുദ്ധം അവസാനത്തിന് ശേഷം 1914 തുടങ്ങി 18 രണ്ടാം ലോക യുദ്ധം അവസാനിക്കുന്നു. 1920 ഈ EFR എന്ന് പറഞ്ഞ ഈ എന്താ പറയുക പോലീസിൻ്റെ അർദ്ധസേന രൂപീകരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലും അതേപോലെ തന്നെ 1971 ഇന്ത്യ പാക് യുദ്ധത്തിലെല്ലാം ഈ സാധനം ഇന്ത്യക്ക് കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോ മമതാ ബാനർജി പിന്നീട് 2010 മുതൽ ഈ ഒരു സംഘടനയെ അല്ലെങ്കിൽ ഈ ഒരു അർദ്ധ പോലീസ് സേനാ വിഭാഗത്തെ പതിയെ പതിയെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു. നേരെ മറിച്ച് ഇപ്പോൾ വരുമ്പം BJP കാര്യം വരുമ്പം ഇപ്പം എന്താ പറയുക 207 സീറ്റായി BJP അധികാരത്തിൽ ബംഗാൾ പിടിച്ചു കഴിഞ്ഞപ്പം BJP ഇതെല്ലാം പതിയെ റിട്ടേൺ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും അന്ന് മമതാ ബാനർജി പറഞ്ഞ പോലെ ഇതിനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയതും ഇപ്പം എന്തുകൊണ്ടായിരിക്കും BJP ഇതിനെ വീണ്ടും കൊണ്ടുവരാൻ നോക്കുന്നതും? അത്തരം ഒരു ചോദ്യം ഇപ്പൊ പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചൈനീസ് അതിർത്തി, അതായത് ഡാർജിലിംഗ്, നമ്മുടെ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന കോറിഡോറിലും സിലിഗുരി കോറിഡോറിലും അതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലുമൊക്കെ വിന്യസിച്ചിരുന്ന കേന്ദ്രത്തിന്റെ അല്ല, സംസ്ഥാനത്തിന്റെ കീഴിലുള്ള ഒരു അർദ്ധസൈനിക വിഭാഗമാണ് ഈ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസ്. സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായിട്ട് അതിന്റെ മുകളിൽ അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അർദ്ധസൈനിക വിഭാഗത്തെ, പ്രത്യേകിച്ച് അതിന് വലിയൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു, ഇന്ത്യ ബംഗ്ലാദേശ് ഓപ്പറേഷനിൽ പങ്കെടുത്തു. അപ്പോഴൊക്കെ സൈന്യത്തോടൊപ്പം നിന്ന് പോരാടിയ ഒരു വിഭാഗമാണ്, അർദ്ധസൈനിക വിഭാഗമാണ് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസ്. മുഖ്യമായിട്ടും ഗൂർഖകളാണ് അതിലെ അതിനകത്തിലെ അംഗങ്ങൾ. അപ്പോ ഈ ഡാർജിലിംഗ് എന്ന പ്രദേശം ഗൂർഖ വംശജർക്ക് ഭൂരിപക്ഷമുള്ള ബംഗാളിന്റെ ഒരു ഭാഗമാണ്. അവിടെ ഒരു പല രീതിയിലും സ്വയംഭരണ ഡാർജിലിംഗ് ഹിൽ കൗൺസിലും ഒക്കെ ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രദേശത്തു നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുകയും അവിടെയുള്ള തദ്ദേശീയർക്ക് ജോലി കിട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു അത്. പക്ഷേ മമതാ ബാനർജി അവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉടൻ തന്നെ അവരത് പതുക്കെ അതിന്റെ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കുകയും ഒറ്റയടിക്ക് അത് ഡിസ്ബാൻഡ് ചെയ്തിട്ടൊന്നുമില്ല, പിരിച്ചുവിട്ടിട്ടൊന്നുമില്ല. പക്ഷെ അതിന് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന പരിഗണനകളെല്ലാം നിർത്തിവെക്കുകയും അവസാനം 3 ബറ്റാലിയൻ ഉണ്ടായിരുന്നത് 2 ബറ്റാലിയനായിട്ട് ചുരുങ്ങുകയും 2 ബറ്റാലിയൻ തന്നെ മെർജ് ചെയ്തിട്ട് ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ആയിരുന്നു. എന്തായാലും അവരുടെ ഭരണകാലത്ത് 15 കൊല്ലത്തോളം റിക്രൂട്ട്മെന്റ് നടന്നില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒഴിവുകൾ അതിലുണ്ടായി, 2000-ലധികം ഒഴിവുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് മമത ഇത് ചെയ്തത്? മമത പ്രത്യക്ഷത്തിൽ പറഞ്ഞിരുന്ന കാരണം, ഈ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസ് ക്യാമ്പിന് നേരെ അവർക്ക് ആയുധങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അവർക്ക് നേരെ ഒരു നക്സൽ ആക്രമണം ഉണ്ടായി. ആ നക്സൽ ആക്രമണത്തിൽ 20ഓളം അർദ്ധസൈനികരും അതുപോലെ നിരവധി എത്ര നക്സലുകൾ മരിച്ചു എന്നുള്ളതിന്റെ കണക്ക് അത്ര കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇവർക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്ന ഒരു വാദഗതി ഉന്നയിച്ച് മമതാ ബാനർജി ഇതിന്റെ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. കാരണം കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്താൽ ബഡ്ജറ്റിൽ കൂടുതൽ തുക അനുവദിക്കണം, അപ്പോൾ അവർക്ക് ആയുധം വാങ്ങണം, അവർക്ക് മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം, അതിനുള്ള പൈസ ഒന്നും ഇവിടെ ഇല്ല, എന്നാൽ അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞ ഒരു സമീപനം എടുത്തു. ശരിക്കും പറഞ്ഞാൽ അതൊരു രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒന്നും ആ രീതിയിൽ എതിർത്തില്ല എന്നത് ഞാൻ അത്ഭുതപ്പെടുക. ഒരുപക്ഷെ അങ്ങനെ എതിർത്താൽ മമത സംസ്ഥാനത്തിന്റെ ഫെഡറൽ അധികാരങ്ങൾ കവർന്നെടുത്തു എന്ന് അവര് ഒരുപക്ഷെ പരാതിപ്പെടാം. അല്ലെങ്കിൽ മമതയ്ക്ക് വേറൊരു ന്യായം പറയാം, ഈ BSF അങ്ങ് വിന്യസിച്ചുകൂടെ? BSF എന്നൊരു സംവിധാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടല്ലോ, ആണെങ്കിൽ നിങ്ങൾക്ക് BSF വിന്യസിച്ചുകൂടെ? അല്ലെങ്കിൽ സൈന്യത്തെ തന്നെ ഒരു സന്ദിഗ്ധ അവസ്ഥ ഉണ്ടായ സൈന്യത്തെ വിന്യസിച്ചുകൂടെ എന്നുള്ള ഒരു ചോദ്യം ആയിരിക്കും അവർ ചോദിച്ചത്. എന്തായാലും ശരി, അതൊരു വലിയ വിവാദ വിഷയമായിരുന്നു. ഇപ്പോഴത് സുവേന്ദു അധികാരി മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസ് പുനരുജ്ജീവിപ്പിക്കാനുള്ള അടിയന്തര ശ്രമങ്ങൾ അദ്ദേഹം നടപടികൾ എടുത്തിരിക്കുക. ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസിലേക്ക് അടിയന്തരമായിട്ട് 1000 പേരെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ആയുധങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വാങ്ങിക്കാനായിട്ട് വലിയൊരു തുക അദ്ദേഹം ആദ്യം തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ പുതിയൊരു തീരുമാനം, പുതിയൊരു ദിശയിലേക്കാണ്
ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസിന്റെ കാര്യം മാറുന്നത്. മാത്രമല്ല, ഈ 1000 പേരെ റിക്രൂട്ട് ചെയ്യുന്നത് ആദ്യ റൗണ്ടിലെ ഈ റിക്രൂട്ട്മെന്റ് മുഴുവനും ഡാർജിലിംഗിലുള്ള ഗൂർഖാകളിൽ നിന്നായിരിക്കും എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ ഡാർജിലിംഗ് പ്രദേശം, ബംഗാൾ തന്നെ പൊതുവെ അവികസിതമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജോലിക്ക് ആൾക്കാർ വരുന്നത് അതുകൊണ്ടാണ് ബംഗാളിൽ നിന്ന്. ബംഗാളി സത്യത്തില് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ കേരളത്തിൽ അറിയപ്പെടുന്നത് ബംഗാളികളെന്നാണ്. ബംഗാളിൽ നിന്ന് മാത്രമല്ല, ഒഡീഷയിൽ നിന്നും ആസാമിൽ നിന്നും ബീഹാറിന്റെ കിഴക്കൻ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരെല്ലാം ബംഗാളികളായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. പക്ഷേ എങ്കിലും സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിലെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ 50%-ലധികവും ബംഗാൾ സ്വദേശികൾ തന്നെയാണ്. അത് കണക്കുകൾ കേരള സർക്കാരിന്റെ കണക്കുകൾ അത് വ്യക്തമാക്കുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ആ ബംഗാളിൽ തന്നെ ഏറ്റവും അവികസിതമായ പ്രദേശങ്ങളിലൊന്നാണ് ഡാർജിലിംഗ് എന്നാണ് പറയപ്പെടുന്നത്. ഇടയ്ക്ക് ഡാർജിലിംഗ് സുഭാഷ് ബി സിംഗ് എന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിരുന്നു. ഡാർജിലിംഗിന് സ്വയംഭരണ അവകാശം കൊടുക്കണമെന്നും ഒരു പ്രത്യേക സംസ്ഥാനമാക്കണമെന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ അവരുടെ നിലപാട്. പിന്നീട് അത് ബംഗാളിനുള്ളിലെ സ്വയംഭരണ പ്രവിശ്യ എന്നുള്ള രീതിയിലേക്ക് അത് മാറി. അപ്പോഴൊക്കെ അവിടുത്തെ വികസനത്തിന്റെ പരിമിതികളാണ് ഡാർജിലിംഗ് പ്രക്ഷോഭകരെ എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഡാർജിലിംഗിനെ എന്നും അവഗണിച്ചിട്ടിരിക്കുകയാണ്. അവിടെ മറ്റൊരു പ്രതിസന്ധി ഉണ്ടായത് ഈ സിലിഗുരി കോറിഡോർ. ഈ സിലിഗുരി കോറിഡോർ സംബന്ധിച്ചിട്ട് ചില വിഷയങ്ങളുണ്ടായി. അതായത് ഏറ്റവും ഒടുവില് മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ സിലിഗുരി പ്രദേശത്തൂടെയുള്ള കോറിഡോർ വഴിയുള്ള നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിന് ആ നാഷണൽ ഹൈവേ വിട്ടുകൊടുത്തില്ല. കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക്. മമതാ ബാനർജി ആകട്ടെ ഈ പ്രദേശം ഈ റോഡുകൾ നന്നാക്കാനുള്ള ഫണ്ട് അനുവദിച്ചില്ല. അങ്ങനെ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായി. ഏതാണ്ട് 60 കിലോമീറ്ററോളം ദൂരത്തില് ഈ ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ തന്നെ ആയിരുന്നു ഈ സിലിഗുരിയിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ എന്നാണ് ചില വാർത്തകൾ ഉണ്ടായത്. ഇതുവഴി കാലിക്കടത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ബംഗാളിൽ നിന്നും കന്നുകാലികളെ ബംഗ്ലാദേശിലേക്ക് കടത്തുകയും അതിന് ഒരു കന്നുകാലിക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കഴിയുമ്പോൾ ഇന്ത്യയിൽ അതിന് ചെലവാകുന്ന തുക ഏതാണ്ട് 20,000 അല്ലെങ്കിൽ പരമാവധി 25,000 അത് ബംഗ്ലാദേശിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അതിന്റെ വില ഏറ്റവും കുറഞ്ഞത് 40,000 തൊട്ട് പിന്നീട് അവിടുത്തെ ഈദ് ഉത്സവങ്ങളുടെ ഒക്കെ സമയമാകുമ്പോഴേക്കും അതിന് 80,000 ഒക്കെ വരെ ഇതിന് മുകളിലേക്ക് വില വർദ്ധിക്കും. വലിയ ലാഭമുള്ള ഒരു കള്ളക്കടത്താണ് കാലിക്കള്ളക്കടത്ത്. അപ്പൊ ഈ കാലിക്കള്ളക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കാനും അതിന് നേരെ കണ്ണടയ്ക്കാനുമാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരുന്നതെന്ന് ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വിശദമായി നമ്മളിത് പരിശോധിക്കുമ്പോൾ അത് തള്ളിക്കളയാനായിട്ട് പറ്റുന്നില്ല. കാരണം ഈ പ്രദേശത്തുള്ള ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പ്രദേശത്തുള്ള ആൾക്കാര്, താമസക്കാരായിട്ടുള്ള ആൾക്കാര് പലപ്പോഴും ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള നാഷണൽ ചാനലുകളിൽ അവർ പറയുന്ന ഒരു കാര്യം, ഈ രാത്രിയിലാണ് ഈ കള്ളക്കടത്ത് നടക്കുന്നത്. ഈ സിലിഗുരി കോറിഡോർ ഉൾപ്പെടുന്ന ഈ പ്രദേശം ഇത് വലിയ ഫലഭൂഷ്ടമായ ഒരു പ്രദേശമാണ്. ഇവിടെ ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏതാണ്ട് മിതമായ കാലാവസ്ഥയാണ്. ഡാർജിലിംഗ് പൊതുവെ തന്നെ തണുത്ത കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ്, അത്ര ചൂടുള്ള സ്ഥലമല്ല. അപ്പോൾ അവിടെ സാധാരണ മറ്റു പല പ്രദേശങ്ങളിലും വളരാത്ത പഴവർഗ്ഗങ്ങൾ, ആപ്പിള്, ഓറഞ്ച്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്യാരറ്റ്, അങ്ങനെ നിരവധി ഫലവർഗ്ഗങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ആ പ്രദേശം തന്നെ അല്ലാത്ത സീസണിലാണെങ്കിൽ പോലും, ചൂടുള്ള സീസണിലാണെങ്കിൽ പോലും അവിടെ ധാരാളം പച്ചക്കറി കൃഷി നടക്കുകയാണ്. പക്ഷെ ഈ പാടങ്ങളിലൂടെയാണ് രാത്രിയിൽ ഈ കന്നുകാലികളെ കടത്തുന്നത്. അപ്പൊ ഈ കന്നുകാലികൾ, 100 കണക്കിന് കന്നുകാലികൾ ഓടുമ്പോഴത്തേക്ക് ഈ കൃഷി മുഴുവൻ നശിച്ചു. ആ നശിച്ചു പോയിട്ട് ഇത് തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൈവശമുള്ള കാലിക്കടത്തുകാരാണ് അവിടെ ഈ കള്ളക്കടത്ത് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അവരെ എതിർക്കാൻ തദ്ദേശവാസികൾക്ക് ശേഷിയില്ല. അങ്ങനെ ഇത് നിർബാധം നടന്നിരുന്നു. ഇത് പലപ്പോഴും ആദ്യകാലത്ത് CPM-കാരായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് അത് ആ CPM-ന്റെ ആൾക്കാർ മുഴുവൻ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർന്നു. അവർ പിന്നീട് ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കള്ളക്കടത്ത് അതുപോലുള്ള സമൂഹവിരുദ്ധ പ്രവർത്തികളിലും നിർബാധം നടക്കാൻ വേണ്ടിയിട്ടും ഈ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന ഒരു അർദ്ധസൈനിക വിഭാഗം സ്വാഭാവികമായിട്ടും പോലീസിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രവുമല്ല, ഗൂർഖകള്
അത്ര മറ്റു ബംഗാളികളുമായിട്ട് അത്ര ഒരു അടുപ്പത്തിലല്ല, അതായത് തൃണമൂലുമായിട്ട് അത്ര അടുപ്പത്തിലല്ല. അവർക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ട് അവിടെ. അങ്ങനത്തെ സാഹചര്യങ്ങളാണ് മമതയെ കൊണ്ട് ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തിച്ചത് എന്ന് ചില വാർത്തകളും ആരോപണങ്ങളും നിലനിൽക്കുന്നു. എന്തായാലും ശരി, ഇതിനെല്ലാം ഒരു മാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അവിടെ ഈ സിലിഗുരി കോറിഡോറിലുള്ള പിന്നെ ഹൈവേ മുഴുവനും NHAIക്ക് വിട്ടുകൊടുത്തു. അതുപോലെ അവിടെ ബോർഡർ മുഴുവൻ ഫെൻസിങ് നടക്കുകയാണ്. ഫെൻസിങ് കാരണം ഇപ്പോ നിർബാധമുള്ള ഈ കാലിക്കടത്തൊക്കെ തടയപ്പെട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ അതിർത്തി പിന്നെ മാൻ ചെയ്യാനായിട്ട്, അതിർത്തി സംരക്ഷിക്കാനായിട്ട് ഇവിടെ വിന്യസിക്കാൻ പോകുന്നത് ഈ ഈസ്റ്റേൺ റൈഫിൾസിനെ ആയിരിക്കും. യഥാർത്ഥത്തില് ഈ പിന്നെ ബംഗ്ലാദേശ് അർദ്ധസൈനിക വിഭാഗമായ ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസിന്റെ ഒരു ഭാഗമായിരുന്നു പണ്ട്. ഈ പിന്നെ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസ് എന്ന ഒറ്റ ഒരു അർദ്ധസൈനിക വിഭാഗമായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത്. അത് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് അത് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അങ്ങനെ വിഭജിക്കപ്പെട്ടിട്ട് ഒരേ ഫോഴ്സ് ഇന്ത്യയുടെ കൈവശം ഇരുന്നതിന് ഒറിജിനൽ പേരായ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസ് എന്ന പേര് നിലനിന്നു. ബംഗ്ലാദേശിന്റെ അവകാശപ്പെട്ട ബംഗ്ലാദേശിന് ലഭിച്ച ഈ വിഭാഗത്തിന് BBG ബോർഡർ ഗാർഡ്സ് BGB എന്ന പേര് കിട്ടി. ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് എന്ന പേര് കിട്ടി. അപ്പോ ഇനി ഈ പ്രദേശം സംരക്ഷിക്കാനായിട്ട് BSF ആയിരിക്കില്ല, ഈസ്റ്റേൺ റൈഫിൾസ്, അതായത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസ് തന്നെ ആയിരിക്കും ഇവിടെ വിന്യസിക്കപ്പെടുക. എന്തായാലും ശരി, ഒരു ഇതുവരെ നിലനിന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഒരു രാഷ്ട്രീയ, സാമൂഹിക അല്ലെങ്കിൽ സൈനിക വ്യവസ്ഥയിലേക്കാണ് ബംഗാൾ നീങ്ങുന്നത്. അതിർത്തി കൃത്യമായിട്ടും അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം തടയപ്പെടും. പക്ഷെ അതേസമയം തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് വ്യാപാരം, ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള വ്യാപാരം നിശ്ചയമായിട്ടും നടക്കുമെന്ന് കരുതുന്നത്. കാരണം ഈ പാരലൽ എക്കോണമി ആയിട്ട് അവിടെ നിലനിന്ന പ്രദേശത്ത് ഏതാണ്ട് 12 ബില്യൺ US$ ഒരു സമാന്തര ഇക്കോണമിയാണ് അവിടെ നിലനിന്നിരുന്നത്. ആ ഇക്കോണമി ശരിക്കും സർക്കാരിന് ടാക്സ് കിട്ടുന്ന രീതിയിലുള്ള ഒരു എക്കോണമിയായിട്ട് മാറ്റാൻ പറ്റും. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ശത്രുതയൊന്നുമില്ല. അവിടെ അത്ര വലിയ പ്രശ്നങ്ങളുമില്ല. ഇത് ഈ കള്ളക്കടത്ത് തടയുകയും ഈ അതിർത്തിയിലൂടെ തോന്നുന്ന വഴിക്കൂടെ ഒക്കെ കയറി വരിക എന്നുള്ളത് മാറിയിട്ട് ശരിയായ രീതിയിൽ ഇന്ത്യക്കാർക്ക് ബംഗ്ലാദേശിലോട്ട് പോകണമെങ്കിലും ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിലേക്ക് വരണമെങ്കിലും ചെക്ക് പോസ്റ്റ് വഴി നമുക്ക് ഈ രണ്ട് രാജ്യങ്ങൾക്കും വിസയുടെ ആവശ്യമില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ വിസ അടിച്ചു കിട്ടും. ആ കൃത്യമായ കണക്കുകളോടുകൂടി വരുന്നവരുടെ എല്ലാം തന്നെ ഐസ്കാനും ഫിംഗർ പ്രിന്റും എടുത്തിട്ട് അവർക്ക് നിശ്ചിത കാലാവധി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ തിരികെ പോകുന്നതിനോ തടസ്സമുണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. പക്ഷേ അതേസമയം തന്നെ ആരും അറിയാതെ ഒരു അർദ്ധരാത്രിക്ക് കയറി വരികയും ആരോടും പറയാതെ നമ്മൾ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന, എനിക്ക് സൗകര്യമുള്ള സാധനം ഞാൻ എടുത്തുകൊണ്ട് പോകും എന്നുള്ള ആറ്റിറ്റ്യൂഡ് അത് ഇനി നടക്കില്ല. തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ഇന്ത്യക്കും ബംഗ്ലാദേശിനും വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബംഗാളിന്റെ എക്കോണമിക്കും സമ്പദ്ഘടനയ്ക്ക് പോലും ബംഗ്ലാദേശുമായിട്ടുള്ള വ്യാപാരം തുടരേണ്ടത് തന്നെ ആവശ്യമാണ്. അതായത് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് വരും കാലങ്ങളിലെ ഗൾഫിലേക്ക് പോയിട്ട് ജോലി ചെയ്യുന്ന പോലെ ബംഗ്ലാദേശികൾക്ക് ശരിയായ രേഖകളും ശരിയായ ഒരു 2 വർഷത്തെ വിസയോ വല്ലതും കൊടുത്തിട്ട്, ജോബ് വിസയോ കൊടുത്തിട്ട് അവർക്ക് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്തിട്ട് തിരികെ പോകുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷേ ശരിയായ മാർഗത്തിലൂടെ ചെക്ക് പോസ്റ്റ് വഴി തന്നെ വേണം വരേണ്ടത്. അതല്ലാതെ പാത്തും പതുങ്ങിയും കയറി വന്നാൽ അത് ഇൻട്രൂഡിങ് ആവും, അത് നുഴഞ്ഞുകയറ്റമാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾക്കും അത് പ്രയോജനം ചെയ്യും. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവരുടെ എക്കോണമി നിലനിൽക്കണമെങ്കിൽ കൽക്കട്ട എയർപോർട്ടും അതുപോലെ തന്നെ പോർട്ടും, ഇത് രണ്ടും അവർക്ക് ആവശ്യം. അവരുടെ എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്ന അനുസരിച്ച് നമുക്ക് വീണ്ടും വിശദാംശങ്ങളുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. സമയപരിമിതി മൂലം ഞാൻ ഇവിടെ നിർത്തുകയാണ്.